നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ലീഡ് ന്യൂസായി കൊടുത്തിട്ടുള്ളത് ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോവാദി വേട്ട എന്ന വാർത്തയാണ്. അതുതന്നെയാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. 30 പേരെ വധിച്ചു എന്ന ഒരു സ്ട്രിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. സുരക്ഷാ ജീവനക്കാരന് വീരമൃത്യു എന്നുകൂടി ആ സ്ട്രിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഛത്തീസ്ഗഡിൻ്റെ ഒരു ഭൂപടം സഹിതമാണ് മാതൃഭൂമി വിവരിച്ചിട്ടുള്ളത്. മാത്രമല്ല കൃത്യമായി തന്നെ കീഴടങ്ങിയത് എത്ര പേരാണ്, അറസ്റ്റിലായത് എത്ര പേരാണ്, എന്താണ് എത്ര പേരെ ഇതുവരെ വധിച്ചിട്ടുണ്ട് തുടങ്ങിയ എല്ലാ കണക്കുകളും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഇനി വാർത്തയിലേക്ക് വരുമ്പോൾ ഛത്തീസ്ഗഡിൽ 2 ഇടങ്ങളിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30 മാവോവാദികളെ സുരക്ഷാ സേന വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ നിത്യലഹരിക്കാർക്ക് ഇനി മഹല്ല് വിലക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ലഹരി ഉപയോഗം സാമൂഹിക വിപത്തായി മാറിയതോടെ ശക്തമായ നടപടികളുമായി പുതുപ്പാടി പഞ്ചായത്തിലെ മഹല്ല് കമ്മിറ്റികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. വാർത്തയുമായി ബന്ധപ്പെട്ട് പോരാട്ടം പ്രഖ്യാപിച്ച് പുതുപ്പാടിയിലെ മഹല്ല് കമ്മിറ്റികൾ എന്നതും ലഹരി ഉപയോഗിക്കുന്നവർക്ക് വിവാഹത്തിന് സാക്ഷ്യപത്രം നൽകില്ല എന്നതുമായ 2 ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മതപ്പാട് ഇളകിയതിനാൽ തളച്ചിരിക്കുന്ന കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിലെ കൊമ്പൻ ശിവന്റെ അടുത്ത് വരരുത് എന്ന ബോർഡുണ്ടെങ്കിലും അത് വകവയ്ക്കാതെ അടുത്തു കൂടിയവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വലിയ തരത്തിലുള്ള ദുരന്തങ്ങൾ ആനയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടും അവയെല്ലാം തന്നെ വിലക്കുകളെല്ലാം ലംഘിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ അന്ന് ജപ്തിയുടെ നോവറിഞ്ഞു, ഇന്ന് കണ്ണീരൊപ്പി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സോഫ്റ്റ് സ്റ്റോറിയാണ്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഒറ്റമൂലി ചികിത്സകൻ ഷബാസ് ഷെരീഫിൻ്റെ വധവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 3 പ്രതികൾ കുറ്റക്കാരെന്ന കോടതി വിധിയാണ് വാർത്തയെ നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്ന വാർത്തകൾ. മറ്റു പത്രങ്ങളിലേക്ക് വരുമ്പോൾ അടുത്തത് ദീപികയാണ്. ദീപികയിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത നിരാശയോടെ നിരാഹാരം എന്ന വാർത്തയാണ്. ആശാ വർക്കേഴ്സിൻ്റെ കഴിഞ്ഞ ദിവസം നിരാഹാര സമരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് 3 വാർത്തകളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ടത്. മറ്റൊന്ന്, CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ കടുത്ത വിമർശനം എന്ന വാർത്ത. മറ്റൊന്ന്, കേന്ദ്രമന്ത്രിയെ കണ്ടില്ല, അനുമതി കിട്ടാതെ മടങ്ങി എന്ന വീണ ജോർജിന്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ 3 തരത്തിലാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, K. ഇസ്മയിലിനെ സസ്പെൻഡ് ചെയ്യാൻ CPI തീരുമാനം എന്ന വാർത്തയാണ്. പാർട്ടി മുൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുതിർന്ന നേതാവുമായ K. ഇസ്മയിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ ഇന്നലെ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ചർച്ചകൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശാവർക്കർമാരെ നേരിട്ട് സന്ദർശിച്ച ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. പിന്തുണയുമായി നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം UDF നേതാക്കൾ ആശാവർക്കർമാരെ സമരപ്പന്തലിൽ ചെന്ന് കണ്ട വാർത്ത ഒരു സൈഡ് സ്റ്റോറിയെ നൽകുന്നുണ്ട്. സർക്കാരിന് പിടിവാശി എന്തിന് എന്ന ഒരു ഫ്ലെക്സ് ബോർഡ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ചിത്രം നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, സ്വർണ്ണക്കടത്ത് കേസ് വിചാരണ കർണാടകയിലേക്ക് മാറ്റുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച സുപ്രീം കോടതി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ നയതന്ത്ര പാക്കേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ കർണാടകയിലേക്ക് മാറ്റുന്നതിന് വാക്കാൽ താൽപ്പര്യം പ്രകടിപ്പിച്ച സുപ്രീം കോടതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന്, ഛത്തീസ്ഗഡിലെ മാവോവാദി വേട്ടയുമായി ബന്ധപ്പെട്ട വാർത്തയും ദീപിക ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ 30 മാവോയിസ്റ്റുകളെ വധിച്ചു, പോലീസുകാരന് വീരമൃത്യു എന്ന തലക്കെട്ടോടുകൂടിയാണ് ദീപിക ആ വാർത്ത നൽകിയിട്ടുള്ളത്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വഞ്ചിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് ജന്മഭൂമി ആ വാർത്ത നൽകുന്നത്. മന്ത്രി വീണയുടെ ഡൽഹി യാത്ര ക്യൂബൻ സംഘത്തിന്റെ അത്താഴ വിരുന്നിന് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് ഹെഡിങ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ആശാ വർക്കർമാർ നിരാഹാരം ക്ഷീണിതരായി കിടക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, രാസലഹരി മയക്കുമരുന്ന് കേരളം നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര നർക്കോട്ടിക് ബ്യൂറോയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട് ജന്മഭൂമി. മറ്റൊന്ന്, കോട്ടയത്തും പാലക്കാട്ടും SDPI നേതാക്കളുടെ വീടുകളിൽ ED റെയ്ഡ് എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തിൽ ജന്മഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഛത്തീസ്ഗഡിലെ മാവോവാദി വേട്ടയുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ നൽകുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ 30 മാവോയിസ്റ്റുകളെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഒരു സ്ട്രിപ്പിൽ ജവാന് വീരമൃത്യു എന്ന് പറഞ്ഞുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഷബാസ് ഷെരീഫ് വധം 3 പേർ കുറ്റക്കാർ എന്ന കോടതി വിധിയും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോഴും വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത മാവോയിസ്റ്റുകളെ വധിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട വാർത്തയും തന്നെയാണ്. 30 മാവോവാദികളെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ 2 ഇടത്ത് ഏറ്റുമുട്ടൽ എന്നൊരു സബ് ഹെഡിങ് കൂടി നൽകുന്നുണ്ട്. നിരാഹാര സമരം തുടങ്ങി ആശമാർ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. പിന്തുണയുമായി പ്രതിപക്ഷ MLA മാരുടെ മാർച്ച് എന്ന് പറഞ്ഞുകൊണ്ട്
മറ്റൊരു സ്ട്രിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഗസയിൽ 85 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന മറ്റൊരു വാർത്ത മാധ്യമത്തിൽ നൽകുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം എന്ന സ്ട്രിപ്പോട് കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഭാഗിക വെടിനിർത്തലിനെ സംബന്ധിച്ച് റഷ്യയും യുക്രൈനും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നൽകുന്നുണ്ട്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത ഇതൊന്നുമല്ല. കേരളം മുന്നിൽ എന്ന വാർത്തയാണ്. സുസ്ഥിര കാർഷിക വികസനം എന്നൊരു സ്ട്രിപ്പ് കൂടി നൽകുന്നുണ്ട്. വാർത്തയിലേക്ക് വരുമ്പോൾ സുസ്ഥിര കാർഷിക വികസനത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് തുടക്കമാവുന്നത്. കൃഷിക്ക് അനുഗുണമായി മണ്ണും വെള്ളവും സംരക്ഷിക്കുന്നതിലും കാർഷിക പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലും കേരളം പുലർത്തുന്ന ജാഗ്രത ICR റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. വിളവെടുക്കാൻ കേരള മണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. സപ്ലൈകോയ്ക്ക് 100 കോടി കൂടി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചെറിയ വാർത്ത നൽകുന്നുണ്ട്. വിഷു റംസാൻ കാലത്ത് അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം തടയാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ 100 കോടി അനുവദിച്ചതുമായി ബന്ധപ്പെട്ടതാണ് ആ വാർത്ത. ജീവനക്കാരുടെ DAയും പെൻഷൻകാരുടെ ക്ഷാമാവശ്യവും വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്ത നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷേമബത്തയും പെൻഷൻകാരുടെ ക്ഷേമാശ്വാസവും 12-ൽ നിന്ന് 15% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഇനി കേരള കൗമുദിയാണ്. കൗമുദിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത K. ഇസ്മയിലിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ യുവതിയെ ബാങ്കിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ്. ഭർത്താവ് അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് ഹെഡിങ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റൊന്ന് ദേശീയപാതയ്ക്ക് ഏറ്റെടുക്കൽ 5 കൊല്ലത്തിനകം ഉപയോഗിച്ചില്ലെങ്കിൽ ഭൂമി തിരികെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തലക്കെട്ടോട് കൂടി നൽകിയിട്ടുള്ള വാർത്തയാണ്. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുത്ത് 5 വർഷത്തിനകം ഉപയോഗിച്ചില്ല എങ്കിൽ ഉടമകൾക്ക് തിരികെ നൽകുന്ന സുപ്രധാന വ്യവസ്ഥയടങ്ങിയ നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത. 3 മാസത്തിനകം എതിർപ്പ് അറിയിക്കണം. തൃപ്പൂണിത്തുറയിൽ ഏറ്റെടുത്തിട്ട് 34 കൊല്ലം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആശാ വർക്കർമാരുടെ നിരാഹാര സമരവും ഫ്രണ്ട് പേജിൽ തന്നെ കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ഒടുവിലെത്തത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത്. 30 പേരെ വധിച്ചു എന്നതാണ് പ്രധാന ഹെഡിങ്ങായി നൽകിയിട്ടുള്ളത്. ഛത്തീസ്ഗഡ് മാവോയിസ്റ്റുകൾക്കെതിരെ നീക്കം ശക്തമാക്കി സുരക്ഷാ സേന എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് നൽകുന്നുണ്ട്. ബസ്തർ മേഖലയിൽ 2 ഇടത്ത് ഏറ്റുമുട്ടൽ, ഒരു പോലീസുകാരനും വീരമൃത്യു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബുള്ളറ്റിൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മറ്റൊരു മനോഹരമായ ചിത്രം മനോരമ പങ്കുവെക്കുന്നുണ്ട്. എല്ലാ നൊമ്പരപ്പൂവ് എന്നതാണ് ചിത്രത്തിന് നൽകിയിട്ടുള്ള ക്യാപ്ഷൻ. ഇത് എല്ലാ ഒസാമ അബൂദ. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയതാണ് 25 ദിവസം മാത്രം പ്രായമുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുന്നുണ്ട്. വിശദമായ വാർത്ത ഉൾപേജുകളാണ് എന്ന് പോയിന്റ് നൽകിയിട്ടുണ്ട് മനോരമ. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ മരുന്ന് വിതരണം കുടിശ്ശിക നൽകാത്തതിനാൽ കമ്പനികൾ പിൻവാങ്ങുന്നു, വേണം ചികിത്സ എന്ന തലക്കെട്ടോടുകൂടിയാണ് മനോരമ വാർത്ത നൽകിയിട്ടുള്ളത്. 4 വർഷത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കുമെന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഉറപ്പ് ലംഘിക്കപ്പെട്ടതോടെ അടുത്ത വർഷത്തെ മരുന്ന് വിതരണത്തിൽ നിന്ന് കമ്പനികൾ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മുഖം തിരിച്ച് പ്രമുഖ കമ്പനികൾ എന്നൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റൊന്ന് ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആശമാർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് K. ഇസ്മയിലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇനി രസകരമായ മറ്റൊരു വാർത്ത, ഒരു ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാരങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടകൾ SI ചട്ടിയിലിട്ട് വറുത്തതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്ന രസകരമായൊരു വാർത്തയാണ്. നെയ്സായിട്ടൊന്ന് ചൂടാക്കിയതാ ഉണ്ട ഫ്രൈ ടേട്ടെ എന്ന തലക്കെട്ടോടു കൂടിയാണ് മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. ചട്ടിയിലിട്ട് ചൂടാക്കിയ വെടിയുണ്ട പൊട്ടിത്തെറിച്ച് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊരു ഹൈലൈറ്റ് മനോരമ നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.